കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ തലവനായിരുന്ന CJ റോയി അദ്ദേഹം സ്വയം ജീവനൊടുക്കി എന്ന് പറയുന്നു. 8,000 കോടിയുടെ ആസ്തിയുണ്ടായിരുന്ന ആ മനുഷ്യൻ ഈ ലോകത്തോട് വിട പറയുമ്പോഴേ നമ്മുടെ മുന്നിൽ ചിഹ്നങ്ങൾ ശരവേഗത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ കാരണം, അദ്ദേഹം ഓരോ നിമിഷവും ജീവിതം ആസ്വദിച്ചിരുന്ന ആ മനുഷ്യൻ എന്തിനായിരുന്നു അദ്ദേഹം ജീവനൊടുക്കിയത്? നമുക്ക് മുന്നിലൊക്കെ ഒരുപാട് മനുഷ്യർ റിയൽ ലൈഫിലൂടെ പ്രത്യക്ഷപ്പെടുമ്പോഴും അവർ സമൂഹത്തിന് ഒരുപാട് നന്മ ചെയ്യുമ്പോഴും അവർ സമൂഹത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രതിബദ്ധരായി നിലനിൽക്കുമ്പോഴും ആ മനുഷ്യരുടെ സാഹചര്യം എന്തായിരുന്നു എന്ന് പലപ്പോഴും നമ്മുടെ സമൂഹം തിരിച്ചറിയാറില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. പല മനുഷ്യർ സമൂഹത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുക്കുമ്പോഴും ചില മനുഷ്യരുടെ സാഹചര്യങ്ങൾ എന്തായിരുന്നു എന്ന് സമൂഹം അവരുടെ മരണശേഷം മാത്രമേ തിരിച്ചറിയാറുള്ളൂ. ഇത്തരത്തിൽ ഒട്ടനവധി സാഹചര്യങ്ങൾ സമൂഹത്തിൽ നമ്മൾ കാണാറുണ്ട്. ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ടാവും അവർ. ഇത്തരം മനുഷ്യർ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ? ഞാൻ ഒരുപാട് മനുഷ്യർക്ക് വേണ്ടി ആശ്രയമാവേണ്ട ആളാണ്. എൻ്റെ പ്രയാസങ്ങളും കഷ്ടപ്പാടും ഈ മനുഷ്യരോട് പറഞ്ഞ് എന്തിനാണ് ഞാൻ ഇവരെയൊക്കെ വിഷമിപ്പിക്കുന്നത്, ഇവരെയൊക്കെ എന്തിനാണ് തളർത്തുന്നത് എന്നാണ്. പക്ഷേ ആ മനുഷ്യൻ ചെയ്ത നന്മകൾ അദ്ദേഹത്തിൻ്റെ മരണശേഷം ഓരോന്നായി നമ്മോട് പറയപ്പെടുമ്പോഴും നാം ചിന്തിക്കേണ്ട വലിയ ചിന്തകളുണ്ട്. CJ റോയി എന്ന് പറയുന്ന മനുഷ്യൻ ഒരു വലിയ പ്രതിഭാസമായിരുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു അദ്ദേഹത്തിൻ്റെ ബാംഗ്ലൂരിലെ ഫ്ലാറ്റിൽ സ്വയം ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് കഷ്ടപ്പാടുകളിൽ നിന്ന് നിറഞ്ഞ ഏതൊരു സാധാരണക്കാരനെ പോലെയുള്ള ജീവിതമായിരുന്നു. അദ്ദേഹം പിന്നീട് വലിയ ചാലഞ്ചുകൾ ഏറ്റെടുത്ത് അദ്ദേഹത്തിൻ്റെ ബിസിനസ് കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിലേക്കും ബാംഗ്ലൂരിൽ നിന്ന് ദുബായിലേക്കും അദ്ദേഹം ബിസിനസ് വ്യാപിപ്പിച്ചു. പക്ഷേ ബിസിനസ്സിൻ്റെ ഓരോ ഘട്ടങ്ങളിലും അദ്ദേഹം അനുഭവിച്ചിരുന്ന വലിയ പ്രതിസന്ധികളെ അതിബുദ്ധിപരമായിട്ട് തന്നെ അദ്ദേഹം നേടിയെടുക്കുകയായിരുന്നു. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ മരണം നമ്മുടെ മുന്നിലെ ചോദ്യചിഹ്നമായി മാറുമ്പോഴും ഇത്രയ്ക്ക് ജീവിതത്തെ സ്നേഹിച്ചിരുന്ന, അല്ലെങ്കിൽ സമൂഹത്തെ തന്നെ നയിച്ചിരുന്ന, അല്ലെങ്കിൽ മറ്റു പല സംരംഭകർക്കു പോലും അദ്ദേഹം വലിയ മാതൃകയായിരുന്ന ഒരു മനുഷ്യൻ എന്തിനാണ് ആത്മഹത്യ ചെയ്തത് എന്നുള്ള വലിയ ചോദ്യങ്ങളാണ് നമ്മുടെയൊക്കെ മുന്നിൽ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഐഡിയ സ്റ്റാർ സിംഗർ പോലത്തെ ഒരു പ്രോഗ്രാമിന് നിലവാരം പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ അതിന് 40 ലക്ഷത്തിൻ്റെ ഒരു വലിയ ഫ്ലാറ്റ് സമ്മാനിച്ചുകൊണ്ട് വലിയ വ്യത്യസ്തത അദ്ദേഹം കാണിക്കുകയായിരുന്നു. അക്കാലത്ത് ആരും അത്രയ്ക്ക് വലിയ ഒരു എമൗണ്ട് സ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു ഫ്ലാറ്റൊന്നും ഒരാൾക്കും നൽകാറില്ല. അത്തരത്തിൽ ഒരു വലിയ ചലനം തന്നെ അദ്ദേഹം സൃഷ്ടിച്ചു എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. പക്ഷേ ഇന്ന് ലോകത്ത് വലിയ കോടീശ്വരന്മാരുണ്ടെങ്കിലും സമൂഹത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുക എന്നത് അപൂർവങ്ങളിൽ അപൂർവമായ കോടീശ്വരന്മാരെ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ പല കോടീശ്വരന്മാരിൽ നിന്നും വളരെ വ്യത്യസ്തമായ മനുഷ്യനായിരുന്നു ഇദ്ദേഹം. 10,000 കോടിയുടെ ആസ്തിയുള്ള ഈ മനുഷ്യന് എന്തിനാണ് അദ്ദേഹം ജീവനൊടുക്കിയത് എന്ന വലിയ ചോദ്യമാണ് നമ്മുടെയൊക്കെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉടനീളം അദ്ദേഹം സ്വന്തം ജീവിതത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുകയും, പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട വലിയ പാഠമുണ്ട്. വെട്ടിത്തിളങ്ങുന്ന ഒരുപാട് മനുഷ്യർ ഈ ലോകത്തുണ്ട്. സമൂഹത്തിന് വേണ്ടിയിട്ട് ഒരുപാട് നന്മ ചെയ്യുന്ന മനുഷ്യർ ഈ ലോകത്തുണ്ട്. പക്ഷേ പലപ്പോഴും അവരുടെ പ്രയാസങ്ങളോ കഷ്ടപ്പാടുകളോ സാഹചര്യങ്ങളോ എന്നും ആരും അറിയാറില്ല എന്നുള്ളതാണ് ലോകത്തെ ഏറ്റവും വലിയ സത്യമായ യാഥാർത്ഥ്യം. നമ്മൾ അദ്ദേഹത്തിൻ്റെ മരണം വളരെ സങ്കടത്തോടെ മാത്രമായിരുന്നു കേട്ടത്. അദ്ദേഹത്തിൻ്റെ അനുഭവിച്ചിരുന്ന പ്രയാസങ്ങൾ എന്തായിരുന്നു, അദ്ദേഹം അനുഭവിച്ചിരുന്ന സാഹചര്യങ്ങൾ, വെല്ലുവിളികൾ എന്തായിരുന്നു എന്ന് നമ്മുടെ സമൂഹമോ അല്ലെങ്കിൽ നമ്മുടെ സർക്കാരുകളോ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ സംഘടനകളോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോ കുടുംബാംഗങ്ങളോ യഥാർത്ഥത്തിൽ അറിയാതെ പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. മറ്റൊന്നും കൊണ്ടല്ല, അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയോ എന്നുള്ളത് നമ്മയൊക്കെ ചോദ്യത്തിൽ ആക്കുന്ന വലിയ ചോദ്യചിഹ്നം തന്നെയാണ്.
അദ്ദേഹത്തെ പോലെയുള്ള ഒരു മനുഷ്യനെ എന്തിന് ആത്മഹത്യ ചെയ്തു? എന്തിനായിരുന്നു അദ്ദേഹം ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യമുണ്ടായത്? ഇതൊക്കെ നമ്മുടെ മുന്നിൽ വലിയ ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉടനീളം ഒരു രൂപ പോലും കടം വാങ്ങാത്ത മനുഷ്യനെ, ഒരു രൂപ പോലും കടം വാങ്ങിക്കൊണ്ട് ബിസിനസ് ചെയ്യാത്ത മനുഷ്യനെ അദ്ദേഹത്തെ ഏറെ സാമ്പത്തിക പരിശുദ്ധിയുള്ള ഒരു മനുഷ്യനാക്കി മാറ്റിയിട്ടുണ്ട്. പല മനുഷ്യർക്കും അദ്ദേഹത്തിൻ്റെ സമ്പത്ത് വാരിക്കോരി കൊടുത്തിട്ടുണ്ടെങ്കിലും പോലും അദ്ദേഹം ഒരു രൂപ പോലും ഒരാളിൽ നിന്ന് പോലും കടം വാങ്ങിയിട്ട് അദ്ദേഹം ഒരു ബിസിനസ്സോ ഒരു സംരംഭമോ അദ്ദേഹം ഒന്നും അത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പലർക്കും പല ഉപകാരം ചെയ്തപ്പോൾ പോലും അദ്ദേഹം ആ ചെയ്ത നന്മകൾ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞപ്പോഴേ ചില മനുഷ്യർ അതിനെ ഏറ്റെടുത്തു. പക്ഷേ യഥാർത്ഥത്തിൽ ഇന്ന് ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ കാണരുത് എന്ന് പറയുമ്പോഴും ഇന്ന് ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ കണ്ടുകൊണ്ട് നന്മ ചെയ്യണം. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതുമാത്രമേ സമൂഹത്തിന് ഇൻസ്പയർ ആവുകയുള്ളൂ. മറ്റൊരു മനുഷ്യനെ ഇതുപോലെ ചെയ്യാനുള്ള സാഹചര്യവും അതുപോലെ ഒരു വലിയ ഇൻസ്പിരേഷനും ക്രിയേറ്റ് ചെയ്യുകയുള്ളൂ എന്നുകൂടെയാണ് റോയ് എന്ന് പറയുന്ന മനുഷ്യൻ നമ്മെ പഠിപ്പിക്കുന്നത്. അദ്ദേഹത്തിന് സിനിമാ ലോകത്ത് വലിയ ബന്ധങ്ങളുണ്ടായിരുന്നു, അദ്ദേഹത്തിന് എല്ലായിടത്തും വലിയ ബന്ധങ്ങളുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങളോ കഷ്ടപ്പാടുകളോ സാഹചര്യങ്ങളോ അദ്ദേഹം ഒരാളോട് പോലും തുറന്നു പറഞ്ഞില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. 10,000 കോടിയുടെ ആസ്തിയുള്ള മനുഷ്യനെ, ലക്ഷറി കാറുകളുടെ കളക്ഷനുള്ള മനുഷ്യനെ, അദ്ദേഹത്തെ പോലെയുള്ള ഒരു മനുഷ്യനെ, ഇത്രയും വലിയ സമ്പന്നനായ ഒരു മനുഷ്യനെ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു? അതല്ല അദ്ദേഹത്തെ ആരെങ്കിലും കൊലപ്പെടുത്തിയതാണോ? ഇതൊക്കെ നമ്മുടെ മുന്നിൽ വലിയ ചോദ്യമായി നിലനിൽക്കുകയാണ്. ഇത്രയ്ക്കും സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഒരു മനുഷ്യൻ ഈ ലോകത്തോട് വിട പറയുമ്പോൾ സമൂഹത്തിന് ആശ്രമായിക്കൊണ്ടിരിക്കുന്ന ഈ മനുഷ്യനെ ബാധിച്ച സാഹചര്യം എന്തായിരുന്നു? അദ്ദേഹം പലരുടെയും സങ്കടങ്ങൾ കണ്ടറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സങ്കടം എന്തായിരുന്നു എന്ന് തിരിച്ചറിയാതെ പോയി എന്നുള്ളതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ അനീതി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നീതി ലഭിച്ചില്ല എന്നുള്ള ഏറ്റവും വലിയ സത്യാവസ്ഥ. അദ്ദേഹത്തിൻ്റെ സാഹചര്യങ്ങളിൽ അദ്ദേഹം എന്തൊരു കാര്യങ്ങളും അദ്ദേഹം റിവെഞ്ചോടെയും വലിയ ജീവിത മുന്നേറ്റത്തോടെയും മാത്രം ഏറ്റെടുത്ത മനുഷ്യനെ അദ്ദേഹം ആത്മഹത്യ ചെയ്തു തന്നെയാണോ? അതല്ല അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത്? ഇനിയും വലിയ ചോദ്യങ്ങളായി നിലനിൽക്കുകയാണ് നമ്മുടെ മുന്നിൽ. ഏതായാലും ഇതേക്കുറിച്ച് അന്വേഷണങ്ങൾ നടക്കണം. വലിയ അന്വേഷണങ്ങളിലൂടെ ഇതിന് മുന്നിൽ ആരാണെന്ന് കൊണ്ടുവരണം. ഒരിക്കലും നമ്മുടെ രാജ്യത്ത് നിയമങ്ങൾ, പല സാഹചര്യങ്ങളിലും നിയമങ്ങളുണ്ട്. സാമ്പത്തിക തട്ടിപ്പുകൾ, സാമ്പത്തികമായി അദ്ദേഹം ഈ രാജ്യത്തെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയോ? എന്താണ് അദ്ദേഹത്തിന് പറ്റിയത്? കാരണം അദ്ദേഹത്തെ പോലുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെ ചെയ്യുമോ? അദ്ദേഹം അത്തരം ഒരു മനുഷ്യനാണോ? സീറോ കടം ഉള്ള, ഒരു കടം പോലും ഇല്ലാത്ത കമ്പനി എന്ന് അദ്ദേഹം സമൂഹത്തെ പരിചയപ്പെടുത്തുമ്പോഴേ എന്തായിരുന്നു റോയ്ക്ക് സംഭവിച്ചത്?